ആണവോർജ്ജ ഉൽപാദനത്തിൽ ലോകത്തെ ഒന്നാമനാകാൻ അതിവേഗ നീക്കങ്ങളുമായി ചൈന. ഒരേ സമയം 50 ആണവ റിയാക്ടറുകൾ നിർമ്മിക്കാനുള്ള ശേഷി രാജ്യം കൈവരിച്ചതായി ചൈനീസ് അറ്റോമിക് അതോറിറ്റി വ്യക്തമാക്കി. US-ഇറാൻ യുദ്ധത്തെ തുടർന്ന് ഫോസിൽ ഇന്ധനങ്ങളുടെ ലഭ്യതയിൽ ഉണ്ടായേക്കാവുന്ന കുറവ് പരിഗണിച്ചാണ് ചൈന ആണവോർജ്ജ മേഖലയിലേക്ക് അതിവേഗം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ചൈന ന്യൂക്ലിയർ എനർജി അസോസിയേഷൻ പുറത്തുവിട്ട പുതിയ റിപ്പോർട്ട് പ്രകാരം ചൈനയുടെ ആകെ ആണവോർജ്ജ ശേഷി 125 ദശലക്ഷം കിലോ വാട്ടിലെത്തി. നിലവിൽ 60 വാണിജ്യ റിയാക്ടറുകൾ ചൈനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലോകമെമ്പാടും നടക്കുന്ന ആണവ റിയാക്ടർ നിർമ്മാണത്തിന്റെ പകുതിയിലധികവും ഇപ്പോൾ ചൈനയിലാണ് നടക്കുന്നത്. 36 റിയാക്ടറുകളുടെ നിർമ്മാണം പുരോഗമിക്കുമ്പോൾ 16 എണ്ണത്തിന് കൂടി അനുമതി ലഭിച്ചു കഴിഞ്ഞു. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യങ്ങളും കാർബൺ പുറന്തള്ളലും കുറയ്ക്കുവാനുള്ള ആഗോള ലക്ഷ്യങ്ങളുമാണ് ഈ മാറ്റത്തിന് പിന്നിൽ. 2030ഓടെ ആണവോർജ്ജ ഉൽപാദനത്തിൽ അമേരിക്കയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാകാനാണ് ബീജിംഗ് ലക്ഷ്യമിടുന്നത്. 2040ഓടെ ആണവോർജ്ജ ശേഷി 200 ജിഗാവാൾട്ടായി ഉയർത്തുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മുൻപ് മറ്റ് രാജ്യങ്ങളെ അനുകരിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് സാങ്കേതിക വിദ്യയിൽ ലോകത്തിന് ഒപ്പമെത്തുവാനും പല മേഖലകളിലും നേതൃത്വം നൽകുവാനും ചൈനയ്ക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ടെന്ന് CNEA ചെയർമാൻ യാങ് ചാങ്ലി പറഞ്ഞു. 3ാം തലമുറ 4ാം തലമുറ സാങ്കേതിക വിദ്യകൾ, ചെറിയ മോഡുലാർ റിയാക്ടറുകൾ എന്നിവയിൽ ചൈന വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്.